ഹലോ NIT കാലിക്കറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആസ്പിറൻസ് മുഴുവൻ ചാടി വീഴും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാവരുടെയും ഡ്രീം ക്യാമ്പസുകളിൽ ഒന്ന് തന്നെയാണ് NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ NIT കാലിക്കറ്റിലേക്ക് എത്താൻ എത്ര മാർക്ക് വേണം, റാങ്ക് വേണം, ഇതെപ്പോഴും കുട്ടികൾ നിരന്തരം ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ NIT കാലിക്കറ്റിലേക്കുള്ള ഓരോ ബ്രാഞ്ചിലേക്കും ഓരോ കാറ്റഗറിയിലുമുള്ള കുട്ടികൾ എത്ര സ്കോർ ചെയ്യണം, എത്ര റാങ്ക് മേടിക്കണം, അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജിലാണ് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് NIT കാലിക്കറ്റ് ഏറ്റവും ടോപ്പ് ബ്രാഞ്ചിലെത്താൻ എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. എന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും ആ കോളേജിൽ കയറാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. ഓക്കെ, ആൻഡ് ഇത് മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ ആസ്പിറൻസിന് മുഴുവൻ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ. NIT 2024 ജോസയുടെ അഡ്മിഷൻസിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് NIT കാലിക്കറ്റിലേക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ ഒരു കേരളത്തിലുള്ള സ്റ്റുഡൻറ്റ്, ഇതെല്ലാം ഞാൻ പറയാൻ പോകുന്നതെല്ലാം ഹോം സ്റ്റേറ്റ് കോട്ട ബേസ്ഡ് ആണ്. എത്ര മാർക്ക് വാങ്ങണം, എത്ര പെർസെൻറ്റേജ് വേണം, എത്ര മാർക്ക് റാങ്ക് വേണം, ഇത് ജനറൽ കാറ്റഗറി, EWS, OBC, അതുപോലെ തന്നെ SC കാറ്റഗറി, ഇതിലെല്ലാം അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡിമാൻഡുള്ള കോഴ്സ് തന്നെയാണ്. ഇതിലേക്ക് ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടി ഈ കഴിഞ്ഞ വർഷം 2024 9271 എന്ന് പറയുന്ന ഓൾ ഇന്ത്യ റാങ്ക് വാങ്ങണമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 99.43% അപ്രോക്സിമേറ്റ്ലി ഉണ്ട്. വിച്ച് മീൻസ് മാർക്ക് 214 മാർക്ക് വാങ്ങണമായിരുന്നു. അപ്പോൾ നിങ്ങളൊരു ആസ്പിറൻ്റ് ആണ്, നിങ്ങൾ ജനറൽ കാറ്റഗറിയാണ്, നിങ്ങൾക്ക് NIT കാലിക്കറ്റിൽ പോയിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 214 മാർക്കാണ് 2024 ആവറേജ് വാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇത് ഓരോ ഷിഫ്റ്റിനനുസരിച്ചും കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അതുപോലെ OBC കാറ്റഗറിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ OBC റാങ്കാണ് 3220 എന്ന് പറയുന്നത്. അത് ഓൾ ഇന്ത്യ റാങ്കിലേക്ക് മാറ്റുന്ന സമയത്ത് ഏകദേശം ഒരു 15,000 അടുത്ത് വരും. അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 15,000 ഉള്ള OBC കാറ്റഗറിയിലുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൻറ്റേജിൽ അപ്രോക്സിമേറ്റ്ലി 99.1 ആയിരിക്കും. ആ മാർക്ക് ഏകദേശം 198 വരും. മറ്റേ കാറ്റഗറിനേക്കാൾ ഒരു 16 മാർക്കോളം കുറച്ച് വാങ്ങിയാൽ മതി OBC കാറ്റഗറിയിലുള്ള സ്റ്റുഡൻറ്റ്. ഇനി EWSലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കാറ്റഗറി റാങ്ക് 20,059 ആണ് ഈ വർഷത്തെ ക്ലോസിംഗ് റാങ്ക് വന്നിട്ടുള്ളത്. അതിന് നമ്മൾ ഓൾ ഇന്ത്യ റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 1.4 ലാക്ക് 1,40,000 ഓൾ ഇന്ത്യ റാങ്ക് വരിക. പെർസെൻറ്റേജിലാണെന്നുണ്ടെങ്കിൽ 90% മതി. ആൻഡ് 107 മാർക്കാണ് കഴിഞ്ഞ വർഷം 90% വേണ്ടി വന്നിട്ടുള്ളത്. SC കാറ്റഗറി ആണെന്നുണ്ടെങ്കിലോ കാറ്റഗറി റാങ്ക് 3043, അതായത് ഓൾ ഇന്ത്യ റാങ്ക് ഏകദേശം 55,000 വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 96.5%, 150 മാർക്ക്. ഇതാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ചിലേക്ക് ഈ വർഷത്തെ ഹോം സ്റ്റേറ്റ് കോട്ട പ്രകാരം കേരളത്തിലുള്ള കുട്ടികൾ ജോയിൻ ചെയ്തതിൻ്റെ കണക്കുകളാണ് നിങ്ങൾ കാണുന്നത്. ഇതിലെ പെർസെൻറ്റേജിലും മാർക്കും എന്താണ്, ആവറേജ് ആണ്, അപ്രോക്സിമേറ്റ് നമ്പേഴ്സാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്യാം. പക്ഷേ റാങ്ക് എന്ന് പറയുന്നത് ഒഫീഷ്യലി പുറത്ത് വന്നിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് തന്നെയാണ്. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് EC എന്ന് പറയുന്ന ബ്രാഞ്ച്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പോകുന്നത് അങ്ങോട്ടാണ്. അതിൽ ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് കാണാം 12,264 റാങ്കാണ് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അതിന് വേണ്ടി വന്നിട്ടുള്ള പെർസെൻറ്റേജിലും മാർക്കുമാണ് നിങ്ങൾ ഈ കാണുന്നത്. സിമിലർലി OBCയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 187 മാർക്കെങ്കിലും 300 സ്കോർ ചെയ്യണം. EWS ആണെന്നുണ്ടെങ്കിൽ 102 മാർക്കാണ്. SC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 120 മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജിലും കാറ്റഗറി റാങ്കും ബ്രാക്കറ്റിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഓൾ ഇന്ത്യ റാങ്കിൻ്റെയും അപ്രോക്സിമേഷനാണ്, എക്സാക്ട് വാല്യൂസ് അല്ല. ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ചാണ് പിന്നീട് ഡിമാൻഡ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം 15,000 ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് നിയർലി എത്ര മാർക്കാണ്, 196 മാർക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന്. OBCയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ 183 മാർക്ക് ആവറേജ് വേണ്ടി വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ EWS ആണെന്നുണ്ടെങ്കിൽ 97, SC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 100 മാർക്കും സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്താം, NIT കാലിക്കറ്റിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എക്സാം 2025 കുറച്ചും കൂടെ ടഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ മാർക്കുകളൊക്കെ കുറയാണ് ചെയ്യുക, കട്ട് ഓഫുകൾ കുറയാണ് ചെയ്യുക. എക്സാം ഈസി ആയി കഴിഞ്ഞാലോ കട്ട് ഓഫുകൾ കൂടുകയാണ് ചെയ്യുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ച ബ്രാഞ്ചാണ് NIT കാലിക്കറ്റിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. 22,220 ആണ് ഓൾ ഇന്ത്യ റാങ്ക്. പിന്നെ പെർസെൻറ്റേജിൽ 98.65, 183 മാർക്കാണ് അതിന് വേണ്ടി വന്നിട്ടുള്ളത്. സിമിലർലി OBC ആണെന്നുണ്ടെങ്കിലോ 164, EWS ആണെങ്കിൽ വെറും 82 മാർക്ക് 300 സ്കോർ ചെയ്താൽ മതിയായിരുന്നു. അപ്രോക്സിമേഷൻ ആണ്. SC കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും 86 അല്ലെങ്കിൽ 84 to 87 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ SC കാറ്റഗറിയിലൊക്കെ എന്ത് ചെയ്യും, അഡ്മിഷൻ കിട്ടും. അടുത്തത് നമ്മുടെ
കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി 188 മാർക്ക് വേണ്ടി വന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഫിസിക്സും സിമിലർ ടു എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലെ തന്നെയാണ്, കുറച്ച് സീറ്റുകളേ ഉള്ളൂ. അതിലും ഓരോ കാറ്റഗറിയിലും എത്ര മാർക്ക് വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് മെക്ക് പോലെ തന്നെ അത്രയും തന്നെ ഏകദേശം ഡിമാൻഡ് ഉണ്ട്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ജനറലിൽ 30,000 വരെ പോയി. OBCയിലെ കാറ്റഗറി റാങ്ക് 10,000, ഓൾ ഇന്ത്യ റാങ്ക് ഏകദേശം 82,000 വരും. ഇതിൻ്റെ കറസ്പോണ്ടിങ് മാർക്ക് നോക്കുകയാണെങ്കിൽ 172, 152, 75 and 82 ആണ് വേണ്ടി വന്നിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗിലേക്കൊക്കെ വരുന്ന സമയത്ത് ഡിമാൻഡ് കുറഞ്ഞു വരികയാണ്. നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള മാർക്കും കുറഞ്ഞു വരികയാണ്. ജനറലിൽ 40,000 ഓൾ ഇന്ത്യ റാങ്ക് വേണ്ടി വന്നിട്ടുള്ളത്. 97.47%, 163 മാർക്കാണ് ആവറേജ് വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഓരോ ഷിഫ്റ്റിനനുസരിച്ച് മാറുമേ. ഇതെന്താണ്, ഇത് ആവറേജ് ആണ്. ചില ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പറുകൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ കുറച്ച് മാർക്ക് മതി. എന്നാൽ ഈസി ആയിട്ടുള്ള പേപ്പറിൽ ഇതിനേക്കാളും കൂടുതലും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ഡിഫറൻസും അതിലുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഇനി OBCയിലേക്ക് വരികയാണെങ്കിൽ 141 ആണ്. അതുപോലെ SCയിലാണെന്നുണ്ടെങ്കിലോ 77 മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളത്. മെറ്റീരിയൽസ് സയൻസ് എന്ന് പറയുന്ന ബ്രാഞ്ചിലേക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 168 മാർക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. OBC ആണെന്നുണ്ടെങ്കിൽ 147. ബാക്കി ഡീറ്റെയിൽസും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ബയോടെക്നോളജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അടക്കം ജനറൽ കാറ്റഗറിയിൽ നമുക്ക് ഏകദേശം 97.92% വേണ്ടി വന്നിട്ടുണ്ട്, 170. ഓക്കെ, സിമിലർലി OBCയിലേക്ക് വരികയാണെങ്കിൽ അത്ര തന്നെ കോമ്പറ്റീഷൻ ഇല്ല, 153 വേണ്ടി വന്നിട്ടുള്ളൂ. SCയിലാണെന്നുണ്ടെങ്കിലോ 102 മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളത്. ആൻഡ് യൂഷ്വലി ഏറ്റവും ലാസ്റ്റ് ഫില്ലാവുന്ന ബ്രാഞ്ചുകളിൽ ഒന്നാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 41,705 ആണ് ജനറൽ കാറ്റഗറിയിലെ കട്ട് ഓഫ്. അതിന് വേണ്ടത് ഏകദേശം 160 മാർക്കോളമാണ് വേണ്ടി വന്നിട്ടുള്ളത്. ആൻഡ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിക്ക് ആവറേജ് ഒരു 160ൻ്റെ അടുത്ത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2024 എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന NIT കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. സിമിലർലി OBC കാറ്റഗറിയിലുള്ള ഒരു കുട്ടിക്ക് 140 മാർക്ക് കിട്ടിയാൽ പോലും നമ്മുടെ NIT കാലിക്കറ്റിൽ ആവറേജ് കിട്ടിയ കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സിമിലർലി ഓരോ പെർസെൻറ്റേജുകൾ നിങ്ങൾക്ക് ഈ രണ്ട് കാറ്റഗറിയുടെയും ഏറ്റവും ലോവസ്റ്റ് പെർസെൻറ്റേജിലും നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ രണ്ട് കാറ്റഗറിയുടെയും കാണാം. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഓരോ ബ്രാഞ്ചിലേക്കും NIT കാലിക്കറ്റിലേക്ക് അഡ്മിഷൻ നേടണമെന്ന് സ്വപ്നം കാണുന്ന കേരളത്തിലുള്ള JEE ആസ്പിറൻസ് സ്കോർ ചെയ്യേണ്ട ഒരു മാർക്കും അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജിലും ആൻഡ് നിങ്ങൾക്ക് കിട്ടേണ്ട ഓൾ ഇന്ത്യ റാങ്കുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ആവട്ടെ, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആവട്ടെ, മെക്കാനിക്കൽ ആവട്ടെ, ഇലക്ട്രിക്കൽ ആവട്ടെ, എല്ലാ ബ്രാഞ്ചിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. സോ ഓവറോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ടോപ്പ് ബ്രാഞ്ചിൽ ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ NIT കാലിക്കറ്റിലെ ടോപ്പ് ബ്രാഞ്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ 210 മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കണം. OBC ആണെന്നുണ്ടെങ്കിൽ 200ൻ്റെ അടുത്ത് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. കഴിഞ്ഞ വർഷങ്ങൾ ഇത്രയൊന്നും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ 2024 എളുപ്പമായതുകൊണ്ടാണ് ഇത്രയും കൂടിയത്. ഓക്കെ, ഇനി 107 150 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് EWS SC കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി ഏറ്റവും മാർക്ക് കുറവ് വേണ്ട അല്ലെങ്കിൽ ഏറ്റവും ഡിമാൻഡ് കുറവ് എന്ന് നമുക്ക് പറയാവുന്ന ബ്രാഞ്ചസിൽ ഒന്നാണ് നമ്മുടെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗും. സോ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 160 മാർക്കിൻ്റെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താം, NIT കാലിക്കറ്റിൽ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും അഡ്മിഷൻ നേടിയെടുക്കാം. ഓക്കെ, അതുപോലെ OBC ആണെങ്കിൽ 140 വേണമെന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, നിങ്ങളുടെ സജഷൻസ്, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. NIT കാലിക്കറ്റിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇനി മറ്റൊരു വീഡിയോ കാണേണ്ടതില്ല. ആ സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക ആൻഡ് നിങ്ങളുടെ സജഷൻസ് കമൻറ്റായിട്ട് അറിയിക്കുക. ആൻഡ് JEE ആസ്പിറൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം.